കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം നിരവധി വൈവിധ്യങ്ങളാൽ സമ്പന്നമാണല്ലോ. ശ്രീ ശബരീശന്റെ തിരുസന്നിധാനത്തിൽ സംക്രമ പുലരി വന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദാഹമകറ്റുവാൻ വേണ്ടി പ്രകൃതി ജലസൗഭാഗ്യമരുളുമ്പോൾ ഈ ദേശത്തിന്റെ ധർമ്മനാഥനായി ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ധർമ്മശാസ്താവാണ്. അതിപുരാതനമായ ശാസ്താംകോട്ട ക്ഷേത്രം അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണ്. ഒരിക്കൽ നിബിഡമായ വനപ്രദേശമായിരുന്നു ഇവിടം. ധാരാളം സന്യാസിമാർ തപസ്സനുഷ്ഠിക്കുവാനും യാഗകർമ്മങ്ങൾ ചെയ്യുവാനും ഈ വനം ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ത്രേതായുഗ കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാനും ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും കൈലാസത്തിലെ മാനസ സരസ് പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് രാജഭരണ കാലഘട്ടത്തിൽ പന്തള രാജാക്കന്മാരുടെയും കായംകുളം രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും മാറി മാറിയുള്ള ഭരണപ്രദേശം കൂടിയായിരുന്നു ശാസ്താംകോട്ട. അങ്ങനെ ചരിത്ര കഥകളും വിശ്വാസ കഥകളും കൂടിച്ചേർന്ന ശാസ്താംകോട്ട നിത്യവും ശുദ്ധവുമായ ശാസ്താവിനാൽ നിറഞ്ഞു നിൽക്കുന്നു. യുഗങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ട ധർമ്മശാസ്താവിന്റെ ക്ഷേത്രങ്ങളും പന്തള രാജാവിന്റെ ചരിത്രത്തിൽ കലിയുഗ വരദനായി ഉദയം ചെയ്ത അയ്യപ്പനും ശാസ്താവും ഒന്നു തന്നെയായ ശിവസ്വരൂപം തന്നെയാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ത്രേതായുഗ കാലത്ത് ശാസ്താംകോട്ടയിലെ ധർമ്മശാസ്താവിന്റെ ദർശനം തേടിയെത്തിയ ശ്രീരാമദേവന്റെ കഥയ്ക്കും ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ യുഗങ്ങൾക്കുമപ്പുറമുള്ള രൂപപ്പെടലിന്റെയും ചരിത്ര പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. അഷ്ടാദശം മഹാസാരം ശാസ്ത്രദർശനദായകം. അഷ്ടാദശം മഹാസാരം ശാസ്ത്രദർശനദായകം. വിദിതം ശുദ്ധമുത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം. വിദിതം ശുദ്ധമുത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം. സന്നിധാനം നമാമ്യഹം.
अष्टादश महासारं शास्त्रदर्शनदायकम् ശാസ്താംകോട്ട ശാസ്താവ് പ്രഭാസത്യക സംവേദനായിട്ടാണ് അവതീർണപ്പെട്ടിട്ടുള്ളത്. ശ്രീ ശബരീശ്വര പാഹി പരാത്പര, ശ്രീ ശബരീശ്വര പാഹി പരാത്പര, ശ്രീ ശബരീശ്വര പാഹി പരാത്പര. ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് കായംകുളം രാജാവാണെന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് പന്തളത്ത് രാജാക്കന്മാർ ശബരിമല ദർശനം മുടക്കിയിരുന്നില്ല. ഒരിക്കൽ കായംകുളം രാജാവിന് അയ്യപ്പ ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി. കായംകുളം രാജാവ് നടത്തിവരുന്ന ആയുധാഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ ഭഗവാൻ എത്തുമെന്നുള്ളതായിരുന്നു ഭഗവാന്റെ അറിയിപ്പ്. കരുണാസാഗര കഥന വിരാമദ, കരുണാസാഗര കഥന വിരാമദ, കമനീയ രൂപയുധ കലിയുഗ വരദ. ഒരു ദിവസം ദിവ്യ തേജസ്സുള്ള ഒരു യുവാവ് അവിടെ എത്തുകയും ആകാശത്തേക്ക് ഒരു ശരം തൊടുത്തുവിടുകയും ചെയ്തു. ആ അമ്പിന്റെ ലക്ഷ്യസ്ഥാനം അന്വേഷിച്ചു പോകുന്ന കായംകുളം രാജാവ് ശാസ്താംകോട്ടയിലെത്തുകയും ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹം കാണുകയും അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ കായംകുളം രാജാവ് അയ്യപ്പന്റെ പാദസ്പർശമേറ്റ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഈ സ്ഥലം ഇപ്പോഴും ഭഗവാന്റെ തൃപ്പാദമായി പൂജിച്ചു പോരുന്നു. മാനസ സരസ് പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിന്റെ ആകാശം ചുമന്നു തുടങ്ങി. ധർമ്മശാസ്താവിന് മുന്നിൽ സന്ധ്യാവിളക്കുകൾ തെളിയുകയായി. കനിവില്ലയോ നാഥ, അതിരറ്റ സംസാരത്തിൽ ദുരിതത്തിൽ മുങ്ങി നീന്തും എന്നിൽ നീ കനിയണമേ അയ്യനേ, എന്നിൽ നീ കനിയണമേ. ഒരു മുടിക്കെട്ടിലോ നോവുമെൻ ജീവിതം, മറുകെട്ടിൽ നെയ്മുദ്രയും നിന്മണി ദീപം ഈ സ്നേഹബിന്ദുവാ. പമ്പ വിളക്ക് പോലെ പുണ്യശോഭയാർന്ന ക്ഷേത്രവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. പ്രേമാർദ്ര സിന്ധു കല്ലിടം കുന്നു കേറി കല്ലുതൊക്കിൽ വീണു പൊട്ടി പൊന്നു മലയേറുമെന്നിൽ കനിവില്ലയോ നാഥ, കനിവില്ലയോ നാഥ. ഈ മണ്ഡലകാലം കോടാനുകോടി ഭക്തജനങ്ങൾ പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ ഭഗവാനെ കണ്ട് പുണ്യം നേടുമ്പോൾ, ഇവിടെ ശാസ്താംകോട്ട ക്ഷേത്രവും അന്തിമയങ്ങുമ്പോൾ പമ്പാ തീരത്തെ പൊന്നമ്പലമേടാകുന്നു. ഇനി ഭക്തമാനസങ്ങളിൽ ഹരിവരാസനം
നിറയുകയായി. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം